ഞങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വാക്ക് വേയിലോട്ട്. ഇല്ലല്ല, നമുക്ക് ടിക്കറ്റ് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ കയ്യിലുണ്ട് ടിക്കറ്റ്. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. ഇതെന്താ സൗത്ത് ഇന്ത്യയിലെ ഏത് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഇതല്ലേ, ബ്രിഡ്ജല്ലേ എല്ലാം ലോങ്ങസ്റ്റ്? ഇല്ലടാ പാന. അപ്പുറത്ത് അമ്യൂസ്മെൻറ്റ് പാർക്കുകളൊക്കെ ഉണ്ട്. അത് ഇൻഡോറുണ്ട്. പിന്നെ കടൽ വെള്ളം ഇറങ്ങിയതാണ്. ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു മുമ്പ്. അത് ഇറങ്ങി കുറച്ചങ്ങ് മുമ്പോട്ട് പോയി. ഇവിടെ കയറുന്നതിന്, ഫാമിലിക്ക് കയറുന്നതിന് റിട്ടേൺ ട്രെയിനിൽ നമുക്കിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അപ്പോൾ അതിൽ എൻ്റർടൈൻമെൻ്റ് ഇല്ല. അങ്ങോട്ട് ഞങ്ങൾ നടന്നു പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. പക്ഷേ നമ്മളെടുത്തിരിക്കുന്ന ടിക്കറ്റ് ഫാമിലി ടിക്കറ്റാണ്, 19.5 പൗണ്ട്. ട്രെയിനിലും വരാം, നടന്നും പോകാം, പ്രശ്നമൊന്നുമില്ല. തിരിച്ചു വരുമ്പോൾ ട്രെയിനിൽ വരും, അങ്ങോട്ട് നടന്നും പോകും. അതാണ് ഇതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്. പിന്നെ കണ്ട, ഇവിടം വരെ കടലുണ്ടായിരുന്നു ഫുള്ളായിട്ട്. കണ്ട, അവിടെ ഒരാളവിടെ മറ്റേ സ്വർണവും പണവും ഒക്കെ തപ്പുന്ന നോക്ക്. ഒരാൾ സ്വർണവും പണവും തട്ടും അവിടെ. ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുവാണ്. അത് ബീച്ചാണ്, അത് ചെറിയൊരു ബീച്ചാണ്. പക്ഷേ വൃത്തികെട്ട ബീച്ചാണെന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ബീച്ച്. കണ്ടോ, ആൾക്കാരൊക്കെ എവിടെയാണ് പോയി നിൽക്കുന്നതെന്ന്. അങ്ങ് എവിടെ, കടൽ അങ്ങാണ്. ഇവിടം വരെ ഉണ്ടായിരുന്നു കടൽ നേരത്തെ. പക്ഷേ ഇപ്പോൾ കടൽ ഇറങ്ങിയിട്ട് അങ്ങ് നിൽക്കുന്നു. ഇതാണ് ബ്രിഡ്ജ്. ഇപ്പം നമ്മൾ നടന്നു പോകുന്നതാണ് ബ്രിഡ്ജ്. ഇത് നമ്മുടെ റെയിൽവേ, മറ്റേ ട്രെയിൻ പോകുന്ന റൂട്ടാണ്. ഇതിൽ കൂടെ കണ്ടോ, ട്രെയിൻ പോകുന്ന ഇതിൽ താഴെ കൂടെ ട്രെയിൻ പോകുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. ചുമ്മാ ഒരു പ്രാവശ്യം വന്ന് വിസിറ്റ് ചെയ്ത് പോകാം. കണ്ടോ, ഫുള്ള് കടലിറങ്ങിയിട്ട് ഫുള്ള് വെള്ളം ഇറങ്ങിയേക്കുന്ന വയ്ക്കും. നോക്ക്, കണ്ടോ, കടലിറങ്ങിയേക്കുന്നത്. ഇവിടെ പിന്നെ മീൻ പിടിക്കാനുള്ള സൗകര്യമുണ്ട്. അവർ റോഡും കാര്യങ്ങളൊക്കെ തരും, മീൻ പിടിക്കുന്ന റോഡ്സ്. ചെറിയ മീനുകളൊക്കെ കാണാം. താഴെ കാണാമെന്നാ പറഞ്ഞത്. നമ്മളെ കണ്ടെന്നാണല്ലോ പറഞ്ഞത്. കാണാമായിരിക്കും. ഡിറ്റക്ടർ വെച്ച് പുള്ളി അവിടെ തപ്പുക, പൈസ തപ്പുക പുള്ളി. കേട്ടോ, ഇതൊക്കെ കുറേ പൈസ കിട്ടും. ചിലപ്പോൾ ഒക്കെ പൈസ കാര്യങ്ങൾ കിട്ടാണ്. ഈ പാലം 2.5 ആൻഡ് ട്രെയിൻ വരുന്നുണ്ടോ അങ്ങനെ. വെള്ളമൊക്കെ ക്ലിയറാണ്, വെള്ളം ക്ലിയറാണ്. ഇത് താമസിൻ്റെ കട, താമസിൻ്റെ കൈ താറാവ് തേംസിൻ്റെ ഫാക്ടറിയാണ് ഇത്. ശരിക്കും കടലല്ല ഇത്. ശരിക്കും തേംസ് നദിയുടെ ഇതാ. തേംസ് നദിയില്ലേ, കടലല്ല ശരിക്കും. ട്രെയിൻ വരുന്ന കണ്ടോ. ഈ ട്രെയിനിൽ പോകാനും വരാനുമാണ് നമ്മൾ 19.5 പൗണ്ടിന് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ മാത്രം നടന്നും തിരിച്ച് ഇങ്ങോട്ട് മാത്രം ട്രെയിനിൽ വരാതെ വിചാരിച്ചു. ഡീസൽ എഞ്ചിൻ്റെ ട്രെയിനാണത്.
നമ്മുടെ ചാനൽ എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്തേക്കണം, മറക്കരുത്. ആ ഷെയർ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. മീൻ കണ്ടോ? മീൻ കണ്ടില്ലെന്നുള്ള പരാതി വേണ്ട. മീനാണ്. കണ്ടോ മീൻ? കണ്ടോ മീനെ? കണ്ടോ മീനെ? കണ്ടോ? ചൂണ്ടയിട്ടാൽ ഇപ്പം കിട്ടും, ചാടിപ്പിടി. ഇത് അങ്ങ് അറ്റത്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കടലല്ല കേട്ടോ, ഇത് നമ്മളെ പറ്റിച്ച സീന്നൊക്കെ ചുമ്മാ എഴുതുന്നത്. ഇത് കടലും കിടലും ഒന്നുമല്ല. പിന്നെ ഇത് വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നോ സ്മോക്കിംഗ് ഏരിയ ആണ്. സ്ട്രിക്ട്ലി സ്മോക്കിംഗ് ഇവിടെ നിരോധിച്ചേക്കുവാണ്. ഇവിടെ വന്നിട്ട് ആരും സ്മോക്ക് ചെയ്യാം, കട നടക്കുമ്പോൾ സ്മോക്ക് ചെയ്യാമെന്നുള്ള ചിന്തിക്കുകയേ വേണ്ട. ഇവിടെ സ്മോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ വീഡിയോ അധികം ടൈം കാണുമെന്ന് തോന്നുന്നില്ല, മിനിമം ഒരു 10 മിനിറ്റ് കാണും. അതിൽ കൂടുതൽ വീഡിയോ കാണുമെന്ന് തോന്നുന്നില്ല. കാരണം പറഞ്ഞാൽ അതിനുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ, മനസ്സിലായി? കണ്ട അവിടെ 2 കപ്പൽ നിൽപ്പുണ്ടോ? വലിയ 2 കപ്പൽ കണ്ടോ? അവിടെ അങ്ങ് നിൽക്കുന്ന കണ്ടോ? നമ്മളിപ്പോൾ ഡിസൈഡ് ചെയ്തേക്കുന്നത് ശരിക്കും പറയുന്നത് നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇനി ഒരു 1/2 മൈൽ നടക്കാനുണ്ട്. അവിടെ എന്താണ് സംഭവം എന്ന് നമുക്കിനി അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് കാണാം അവിടെ എന്താ സംഭവം എന്നുള്ളത്. ഞാൻ എൻ്റെ പ്രേക്ഷകരെ എല്ലാം കാണിക്കുന്നതായിരിക്കും അതെന്താ സംഭവം എന്നുള്ളത്. ഈ ട്രെയിൻ എവരി 50 മിനിറ്റ്സിലാണ് ട്രെയിൻ അപ്പ് ആൻഡ് ഡൗൺ പോകുന്നത് വരുന്നത്. എവരി 50 മിനിറ്റ്സിൽ ട്രെയിൻ വരികയും പോവുകയും ചെയ്യും. കുറേ ആൾക്കാർ വിസിറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ ആൾക്കാർ വിചാരിക്കുക ഇത്രേ ഉള്ളോ, പൈസ കൊടുത്ത് വന്നൊന്നും വിചാരിക്കും. ഈ വാക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഓക്കെ. ഈ അധികം വാക്ക് ചെയ്യണ്ട, വാക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ. അധികം വാക്ക് ചെയ്യണ്ട, അടുത്ത സ്ഥലങ്ങളിൽ എത്തണമെന്ന് ആവശ്യം അങ്ങനെയുള്ള ആൾക്കാർക്ക് ട്രെയിനാണ് ബെറ്റർ. ട്രെയിനിൽ കയറുക. ട്രെയിനിൽ അഡൽട്ടിന് 7.50. പിന്നെ കിഡ്സിന് പിള്ളേർക്കാണെങ്കിൽ 3 തൊട്ട് 16 വയസ്സ് വരെ കിഡ്സിന് 5.50 പൗണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് പയർ റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ നാട്ടിലത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെ തന്നെ. അത് കടലിലെ നടുക്ക് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആലോചിച്ച് വയ്ക്കണം അവർ എന്നിട്ട് ആൾക്കാരിൽ നിന്ന് പൈസ മേടിച്ചിട്ട്. എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പാലത്തിലാണിത് മൊത്തം കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. കണ്ടോ പാലം കണ്ടില്ല? ഇരുമ്പിൻ്റെ പൈപ്പിലാണ്. ഇതാണ് നമ്മളിപ്പോൾ എത്തേണ്ട സ്ഥലം. ഇതാണ് എന്തുവാണ് ടോയ്ലറ്റ്. എല്ലാ ഫെസിലിറ്റികളും ഉണ്ട് ഇവിടെ. ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട്. ഇത് ടോയ്ലറ്റാണ്, അപ്പുറം കാണുന്ന ടോയ്ലറ്റ്. പിന്നെ ഇത് കോഫി ഷോപ്പ്, പിന്നെ സ്നാക്ക് ഷോപ്പ്, ഫിഷ് ആൻഡ് ചിപ്സ്. പിന്നെ അതിൻ്റെ മുമ്പ് അങ്ങോട്ട് എന്താ സംഭവം അത്. പിന്നെ എന്നിട്ട് നമുക്ക് അത് കണ്ടോ അങ്ങ് ദൂരെ ഒരു കപ്പൽ കിടപ്പുണ്ട്. പിന്നെ കണ്ടോ അങ്ങ് ദൂരെ ഒരു കപ്പൽ കിടക്കുന്നുണ്ട്. അതാണ് എൻ്റെ മൊബൈലിൽ
ഞാൻ മൊബൈലിലാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാത്തത്. ഏകദേശം നമ്മളിപ്പോൾ ഏകദേശം സ്ഥലത്തെത്തി. അവിടെ അങ്ങനെ കണ്ടിട്ട് വന്നിട്ട് ഇവിടുന്ന് കഴിക്കാം. നമ്മൾ ഭക്ഷണം മേടിച്ച് കഴിക്കാൻ വേണ്ടി പോകാം. ഇവിടുന്ന് ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ട്, അത് മേടിച്ച് കഴിക്കും. ഇവിടെയൊക്കെ മീൻ പിടിക്കാം, പക്ഷേ ഇവിടെ പ്രൊവൈഡഡ് ആണ് ഈ ഏരിയയിൽ നോൺ ഫിഷിംഗ്. പിന്നെ നമുക്ക് ദൂരദർശിനിയുണ്ട്, പൈസ ഇട്ടിട്ട് ഉള്ള അതൊക്കെ അങ്ങ് എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെയാണ്. അവിടെ ഒരു കപ്പൽ വരുന്നുണ്ട്. ഉണ്ടോ? സ്പീഡ് ബോട്ടൊക്കെ നമുക്ക് റെൻ്റ് എടുത്തിട്ട് പോകാം, അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യമാണ്. പക്ഷേ സ്പീഡ് ബോട്ട് ഓടിക്കാനുള്ള ലൈസൻസ് നമ്മളിപ്പോൾ എൻഡിലെത്തിയിരിക്കുകയാണ്. ഒരു ഇളവിന് അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ 1.33 മൈൽസ് എന്നാണ് ഇവർ പറയുന്നത്. നമ്മളിപ്പോൾ നടന്നു വന്നപ്പോൾ കുറച്ച് മീനുകളെ കണ്ടു. അത് ഈ ടൈപ്പ് മീനുകളാണെന്നാണ് ഇവർ പറയുന്നത്. കോഡ് ഫിഷ് നേരത്തെ നമുക്ക് താഴോട്ട് വന്നിട്ട് കാണാമായിരുന്നു. പക്ഷേ ഇതെന്തോ ഇപ്പം അവിടെ വെള്ളം കയറിയിട്ട് അവിടുത്തെ തടികളൊക്കെ നശിച്ചിട്ട് അതിപ്പം കൺസ്ട്രക്ഷന് വേണ്ടി അവരിപ്പം ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതാണ് ഇതിൻ്റെ എൻഡ് ഭാഗം. കണ്ട കപ്പലുകളൊക്കെ വരുന്നുണ്ട്. അവിടെ ആയിരിക്കും ഒന്ന് മറ്റേ വെള്ളമോ ശുദ്ധീകരണശാലയായിട്ടാണ് ആൾക്കാർ നിൽക്കുന്നതാണ്. എന്തോ അലാന ഐസ്ക്രീം തിന്നിട്ട് ചുണ്ടത്തൊക്കെ പറ്റിച്ച് നിർത്തിയേക്കുവാണ്. കണ്ട അലാന ഐസ്ക്രീം തിന്നിട്ട് ചുണ്ടത്ത് പറ്റിച്ചിരിക്കുന്നു. കണ്ട നാക്ക് നീട്ടുന്നുണ്ട് അലാന. എന്തോ ഒരു സംഭവം കൂടെ ഉണ്ട്. എന്താണ് വിസിറ്റ് ലൈഫ് ബോട്ട്സ്. നമ്മൾ ലൈഫ് ബോട്ടുകൾ വിസിറ്റ് ചെയ്യാനുള്ള ഒരു മ്യൂസിയമാണത്. അതും കൂടെ കണ്ടിട്ട് അതിനെ കാണാൻ പറ്റുമോ ആദ്യം പോയി നോക്കട്ടെ. ഓക്കെ, ക്ലോസ് ചെയ്ത് കാണാൻ പറ്റത്തില്ല. അതും കൂടെ കണ്ടിട്ട് മേളിൽ കയറി ഒന്നുകൂടെ കയറി കണ്ടിട്ട് ആൾക്കാരിവിടെ മൊത്തം മീൻ പിടിക്കുന്നുണ്ട്. എല്ലാം മീനെല്ലാം കിട്ടും, കുറേ എണ്ണം ഉണ്ട് മീൻ പിടിക്കുന്നുണ്ട് ആൾക്കാർ ഇഷ്ടം. മീനൊന്നും കാണത്തില്ല, ചുമ്മാ ഈ ആൾക്കാർക്ക് ടൈം പാസ്സാണ് ഇവർ മെയിനായിട്ട് മീൻ പിടിക്കുന്നത്. എന്തോ കിട്ടി കേട്ടോ അവന്. ഇതിൻ്റെ മേളിൽ കയറിയിട്ട് നമുക്ക് കാണാം. കുറച്ചും കൂടെ മേളിൽ നിന്നുള്ള വ്യൂ കാണാം. നമ്മൾ മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട്, സൺഡെക്ക് ഈസ് ഓപ്പൺ ടു വിസിറ്റ്. കണ്ട അതിൻ്റെ മേളിൽ കയറുമ്പോഴത്തേക്കും കുറച്ച് നമ്മൾ കാണുമ്പോഴത്തേക്കും വളരെ മനോഹരമായ വ്യൂ ആണ് ഇതിൻ്റെ മേളിൽ നിന്ന് കാണാൻ. അപ്പോൾ ഇവിടെ നിന്ന് മേളിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ കുറച്ച് നല്ല രസമായിട്ട് കാണാം. പിന്നെ അതിൻ്റെ അറ്റത്ത് അങ്ങറ്റത്ത് പോവാം, നല്ല രസമായിട്ട് കാണാം. പിന്നെ മേളിൽ നിന്നുള്ള വ്യൂ ഇതാണ്.
മേളിൽ ഡക്കിൽ സൺ ഡക്കിൽ കയറിയുള്ള വ്യൂസാണ് കാണുന്നത്. 3100 കിലോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇത് മറ്റേ ക്രെയിനാണ്. ഈ ക്രെയിനിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ 3100 കിലോഗ്രാം തൂക്കാവുന്ന ട്രെയിനാണിത്. നമ്മൾ നടന്നു വന്ന വഴിയാണ് ആ കാണുന്നത്, കണ്ടോ? അപ്പോൾ അത്രയും ദൂരം നടന്നു വന്നു. 1.33 മൈൽസ്, അതായത് 1 മൈലും 33 യാർഡ്സ്. അപ്പോൾ അവളുടെ മുഖം വെച്ചിട്ട് വെള്ളം ഒഴിച്ച് തുടക്കി. ആ മുഖം തുടക്കടി. പാലത്തിൻ്റെ അടിവശം കണ്ടോ? പിന്നെ ഇവിടെ എന്തിനാ അതൊക്കെ വെച്ചേക്കുന്നത് കണ്ടില്ലേ? ഇവിടെ ഇത്രയൊക്കെ ഉള്ളു കാണാൻ, വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരിക, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറാൻ പോകും. താങ്ക് യു. അങ്ങനെ ടിക്കറ്റ് പരിശോധിച്ച് ടിക്കറ്റ് പരിശോധകൻ ഇല്ല ഇവിടെയാണ്. നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ട്രെയിനിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ട്രെയിനിപ്പോൾ ഇവിടെ വരുന്നതായിരിക്കും. നമ്മൾ ട്രെയിനിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. നമുക്ക് ഇവിടെ ഇരിക്കാമോ? ഞങ്ങളങ്ങനെ ട്രെയിനിലോട്ട് കയറാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ട്രെയിൻ, കണ്ട? ഇതാണ് ട്രെയിൻ. ട്രെയിനിൻ്റെ ഒരു ബോഗിയാണിത്. ഞങ്ങളൊരു ബോഗി കയറി, ഞങ്ങളെല്ലാവരും. അതാണ് അതാണ് ട്രെയിനിൽ കയറിയ പറയാം. ട്രെയിൻ നമ്മുടെ സബ്സ്ക്രൈബറിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ബാല നിനക്ക്? You've only got 2 hands and you've got 2 toys. Would you like to show your aeroplane? Yeah, okay. Got one of Darren's girls. There's Elliot. Got one of Darren's. Oh my God, there's Elliot. He's waving. നമ്മളിപ്പോൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. No, she doesn't want to share with you. ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയാണ്. ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയാണ്. തിരിച്ച് നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഞങ്ങളിവിടെ ഒരു എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യും? ഞങ്ങൾ ഏകദേശം 2 മണിക്കൂർ എടുത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 2-2.5 മണിക്കൂറാണ്. 2.5 hours. Thank you, sir. ടിക്കറ്റ് ചെക്ക് ചെയ്താണ് അവർ.
അങ്ങനെ ഞങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. എങ്ങനെ ഇറങ്ങുകയാണല്ലോ. അവിടെ എന്തുനാ ഇപ്പോൾ ഫിഷ് ആൻഡ് ചിപ്സ് തിന്നാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ പോവാണ് ലേനാസ് ഫിഷ്. ഓ എവിടെയെങ്കിലും കയറും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇതൊക്കെ ഒരു പാർക്കാണിത്. മേളിൽ കാണുന്നുണ്ട് പാർക്കൊക്കെയാണ്. ചെടിയാണ്. ഇപ്പുറത്തെ ബീച്ച്. നമ്മളിപ്പോൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാറിട്ട സ്ഥലത്തോട്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും തീരെ വെള്ളം, ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ തീരെ വെള്ളമൊന്നും ഇല്ല, ഫ്രീ ആയിട്ട്. തിരിച്ചു നിന്നപ്പോൾ ഫുള്ള് വെള്ളമായിരുന്നു. ഫുള്ള് വെള്ളമായിരിക്കും. ഓക്കെ, അതായത് വേലിയേറ്റവും വേലിയിറക്കമായിരുന്നു തോന്നുന്നു. നമ്മൾ നേരത്തെ വന്നപ്പോൾ തീരെ വെള്ളമില്ലായിരുന്നു. ഇപ്പം ഫുള്ള് ഇവിടം വരെ വെള്ളമാണ്. ഞങ്ങൾ വണ്ടി ഇട്ട സ്ഥലത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ദൂരം കൊണ്ട് നടക്കാൻ. ഇവിടെ ഫുള്ള് ബൈക്കുകാരാണ്. അങ്ങനെ ഞങ്ങളുടെ വണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ 2 മക്ടാറിനുണ്ട്. മക്ടാറിന് 2 എണ്ണം കിടപ്പുണ്ട്. ഞങ്ങളുടെ വണ്ടിയുടെ മുമ്പിൽ നമ്മുടെ വണ്ടി ഇതാണ്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്തൊരു സ്ഥലത്ത് വെച്ച് വീണ്ടും കാണാം. ബൈ ബൈ. ബൈ ബൈ പറയാം.